ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇറക്കിയ ഒരു നോട്ടീസാണ്. ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് IB അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം തന്നെ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ 2000 വേക്കൻസിയാണ് ഈ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വിളിച്ചിരുന്നത്. വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോലിയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു NIA കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, എൻഫോഴ്സ്മെന്റിനെ ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ IB എന്ന് പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോയാണ് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു രാജ്യത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സാണ് ഈ ഒരു ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത് ഈ ഒരു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനകത്ത് കയറുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റും ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഫോഴ്സിന്റെ ഭാഗം പോലെയാണ്. അപ്പോൾ ഈ ഒരു IBയുടെ ഹെഡ് എന്ന് പറയുന്നത് IPS ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഫോഴ്സുമായി ബന്ധപ്പെടുന്നതാണ്. ഇന്ത്യയുടെ കൗണ്ടർ ടെററിസം അതുപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും IB തന്നെയാണ്. IB ആണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം നടന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ IB റിപ്പോർട്ട് കൊടുത്തിരുന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു IBയുടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ്. ഈ ഒരു IBയുടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്നത് സാധാ പോലീസിന്റെ ഇൻസ്പെക്ടർ റാങ്കിന് സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഇൻസ്പെക്ടർ റാങ്കിന് സെയിം ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വേക്കൻസിയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UR കാറ്റഗറി അൺറിസർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ 989 വേക്കൻസി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 113 വേക്കൻസി, OBCക്ക് 417, SCക്ക് 360, STക്ക് 121, അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 2000 വേക്കൻസി ഉണ്ട്. വളരെ വലിയൊരു റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 44,900 രൂപ തൊട്ട് 1,42,400 രൂപ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന സെയിം പേ സ്കെയിലാണ്. ഇതിന് പുറമെ തന്നെ അവർക്ക് വേറെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു അലവൻസുകളാണെങ്കിൽ പല ടൈപ്പ് അലവൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെന്ന് പറയുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും GD പോസ്റ്റിലൊക്കെ കയറുന്നവർക്ക് ഉള്ള സാലറി, അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് സമയത്തൊക്കെ സാലറിയുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഈ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന സാലറിയുടെ കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ മറ്റേ വീഡിയോ കാണാത്തവർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കയറി കാണാം. അപ്പോൾ ഇനി അടുത്ത് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് മെയിനായിട്ട് നോക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാൽ ഗ്രാജുവേഷൻ ആണ് അവർ പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ അറിഞ്ഞിരുന്നാൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത്. പിന്നെ ഏജ് ലിമിറ്റിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ഏതൊരു കാൻഡിഡേറ്റിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് പുറമെ തന്നെ OBC കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 3 വയസ്സിന് ഇളവുണ്ട്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 5 വയസ്സിന്റെ ഇളവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ. റിസർവേഷൻ ഉണ്ട്, അത് ഒന്നും കൂടെ പറയുന്നു. ഈ ഒരു 18-നും 27-നും ഇടയ്ക്കുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതിന് പുറമെ തന്നെ 3 വർഷത്തെ ഇളവ് OBCക്കും 5 വർഷത്തെ ഇളവ് SC/ST കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഇതുപോലെ തന്നെ ഡിഫൻസിൽ നിന്ന് റിട്ടയർഡ് ആയവർക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ നിന്ന് റിട്ടയർഡ് ആയവർക്കും ഏജിന് ഇളവുണ്ട്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാജുവേഷൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ജനുവരി 9, 2021 ആകുമ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ജനുവരി 2021 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് പറ്റില്ല. ഇപ്പോൾ പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഗ്രി ആൾറെഡി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ എക്സാം സെന്റേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇതിലേതെങ്കിലും 3 സെന്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ ഒരു 3 സെന്ററിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാം സെന്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാനുള്ള ഒരു
പ്രൊവിഷനും ഇല്ല. പിന്നെ ഈ ഒരു എക്സാമിന്റെ സ്കീം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മോഡായിരിക്കും ഈ ഒരു എക്സാമിനാണെന്നുണ്ടെങ്കിലും 100 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യന് റോങ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ 0.25 മാർക്കാണ് അതിന് നെഗറ്റീവ് മാർക്കിങ്. അപ്പോൾ ഒരു എക്സാമിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ ആണ്. ആ ഒരു റിട്ടേൺ എക്സാമിനേഷൻ വരുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ പേപ്പറിനകത്താണെന്നുണ്ടെങ്കിലും ടയർ 1 ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ സ്റ്റഡീസും. ഈ ഇത്രയാണ് ഈ ഒരു റിട്ടേൺ എക്സാം ടയർ 1 ഓൺലൈൻ മോഡായിരിക്കും അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ CPUയുടെ സിലബസ് അല്ലെങ്കിൽ CGLന്റെ സിലബസിന് സെയിം സിലബസ് ആണ് ഈ ഒരു ടയർ 1 അതിൻ്റെ സിലബസ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, എസ്എ ടൈപ്പ്, ഇംഗ്ലീഷും കോംപ്രിഹെൻഷനൊക്കെയാണ്. അപ്പോൾ അത് സെയിം ആണ്. നമ്മുടെ ഈ ഒരു CGLും CPUയുടെ സിലബസ് തന്നെയാണ് ഈ ഒരു നമ്മുടെ IBയുടെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഇതിനൊരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട്. ഇൻ്റർവ്യൂവിന് മാർക്ക് 100 മാർക്കിനാണ് ഇൻ്റർവ്യൂ. അതുപോലെ തന്നെ ടയർ 1 ആണെന്നുണ്ടെങ്കിൽ 100 മാർക്ക്, ടയർ 2 ആണെങ്കിൽ 50 മാർക്സുമാണ്. അപ്പോൾ ഈ ഒരു ടയർ 1ൽ നിന്നും അവരൊരു കട്ട് ഓഫ് വയ്ക്കും. ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർ മാത്രമായിരിക്കും ടയർ 2ൻ്റെ എക്സാം എഴുതുന്നത്. ആ ഒരു ടയർ 2ന് ഒരു കട്ട് ഓഫ് വെച്ചതിന് ശേഷമായിരിക്കും ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഒരുപാട് ഡൗട്ടാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സൈറ്റ് www.mha.gov.in ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കയറിയതിന് ശേഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണും. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കാണും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട് 19/12/2020 19 ഡിസംബർ 2020 മുതൽ 9 ജനുവരി 2021 വരെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കാം. കാര്യം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ട്രാഫിക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഡേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 19 ഡിസംബർ 2020 മുതൽ 9 ജനുവരി 2021 വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഫീയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഫീ എന്ന് പറയുന്നത് മൊത്തം 600 രൂപയാണ്. 100 rupees എന്ന് പറയുന്ന എക്സാം ഫീയും അതുപോലെ തന്നെ 500 rupees എന്ന് പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫീയുമാണ്. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫീ മാത്രം അടച്ചാൽ മതി. മറ്റേ ഒരു എക്സാം ഫീ എന്ന് പറയുന്ന 100 rupees അവർക്ക് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ നോർമലായിട്ട് 600 രൂപയാണ് ഈ ഒരു പ്രോസസ്സിന് ഫുള്ളായിട്ട് വരുന്ന എക്സാം ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇത് വളരെ നല്ലൊരു അവസരമാണ്. എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക, ഗ്രാജുവേഷനുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പരിഗണനയുണ്ട്. അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ എന്തായാലും വേണം, അതിൻ്റെ കൂടെ തന്നെ സ്പോർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിഫൻസിൽ നിന്ന് റിട്ടയർഡ് വരാണെന്നുണ്ടെങ്കിലും അവർക്കും ഗ്രേസ് മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഈ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള കാര്യങ്ങളെന്നുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം.